ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചിങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം തുടങ്ങണം എന്നാണ് കാണുന്നത്. ഈ സമയം നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ആകും. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളായിട്ട് നിന്നുകൊണ്ട് കൂടുതൽ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിൽ കുറേയധികം ചോയ്സസ് ഉണ്ടാകും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതായത് ജെന്യൂൻ ആയിരിക്കണം എന്നില്ല ഇത്. അതായത് ഈ ഒരു സമയത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടി ഒരുപാട് ഇഷ്ടത്തോടെ ഓഫർ തരുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്കൊരു പക്ഷേ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്നൊരു അഫെയർ ആയിരിക്കാം. അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ബാലൻസ് സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ഇപ്പോൾ ഓവറായിട്ട് ഒരാളെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക എന്നുകൂടി നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ സമയം തീർച്ചയായിട്ടും കുറേയധികം ആളുകളും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റക്കായിരുന്ന ആ ഒരു സിറ്റുവേഷന് തീർച്ചയായിട്ടും വളരെ സ്പീഡിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ശരിക്കും എന്തൊക്കെയോ സ്റ്റോപ്പ് ചെയ്തിരുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ വീണ്ടും അത് ആക്റ്റീവാക്കി എടുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായ നീക്കം ഇവിടെ നടത്തുന്നു എന്നാണ്. നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതെ എന്നാൽ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു എനർജിയാണ്. അങ്ങനെ താല്പര്യം കാണിക്കുന്ന ഒരു സമയമാണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണിത്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചലഞ്ച് അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ചില ആൾക്കാർ അതായത് നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം.
നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ തുടങ്ങി വെക്കുന്നതുമാവാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിൻ്റെ പ്രോഫിറ്റ് അത് നിങ്ങളിലേക്ക് എത്തുന്നതുമാവാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് അതൊന്ന് റിവ്യൂ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ അത് ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു സമയം ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ പോലും നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരും കൂടി നിങ്ങളെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തു വന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ എനിക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറേ കാലം കൊണ്ട് നിങ്ങൾ അടക്കി വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത് എത്ര അടക്കി പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു സമയം അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് കുറേ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ മറ്റാരോടെങ്കിലും നിങ്ങൾക്കൊരു കാര്യം തുറന്നു പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ആ ഒരാളിനെ എനിക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റൂല എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. അതായത് ഇപ്പോൾ മറ്റൊരാൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്നും അവർ അനുസരിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. എന്തെന്നാൽ ഞാൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ അതെനിക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ സമയം നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സോൾ പവറിൽ ഇരിക്കുക. നിങ്ങളുടെ സോളുമായിട്ടൊന്ന് കണക്റ്റഡ് ആകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചില കാര്യങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇനി മുതൽ അത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം ചിലപ്പോൾ നിങ്ങൾ ഇവിടെ എടുക്കുന്നതുമാവാം. ചിലപ്പോൾ ചില ആൾക്കാർ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകൾ, ചില വ്യക്തികൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർ, നിങ്ങൾ അവർക്ക് കൊടുത്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, വിശ്വാസം, അത്തരത്തിൽ പല കാര്യങ്ങളും തിരിച്ചു കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നേരിടേണ്ടി വന്ന പരിഗണനയില്ലായ്മയും അല്ലെങ്കിൽ വേദനയും നിങ്ങൾക്കിനി അത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കു മുന്നിലും ഇനി നിൽക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ വിശാലമായ ഒരു ലോകം ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്
കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. ശരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ മൂല്യം ലഭിക്കുന്നത് അവിടേക്ക് നിങ്ങൾക്ക് പോകാമെന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പല കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ ഒരു ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകാം, പക്ഷേ അതിലേത് കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ചിന്തിച്ച് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനിവിടെ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നാവാം. അപ്പോൾ എവിടെ നിന്നോ നിങ്ങൾക്ക് അതിന് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുന്ന എനർജിയാണ്. അതായത് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി അതിലെന്തൊക്കെയോ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറേയധികം ആളുകളും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തതെന്ത് അതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഇത് ഒന്നുകിൽ വീടോ വാഹനമോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബിസിനസ്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എത്രമാത്രം ഇവിടെ ക്ഷമയോടെ ഇരുന്നോ ആ ക്ഷമയ്ക്കുള്ളൊരു പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അടുത്തത് എന്താണ് എന്ന് ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്, നിങ്ങളൊരു യാത്ര ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങൾ കെയർഫുള്ളി ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഈ സമയം നിങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് ഒരു പുതിയ തുടക്കം, അതായത് ഒരു സമാധാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിൻ്റെ ഒരു സമയമാണിത്. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുന്നു എന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്കനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണിത്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കേസുകളിൽ നിന്നാവാം അത്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിന്നാകാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇതിലും ഒരു ട്രാവൽ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ചില ആൾക്കാർ ചില അസുഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടതുപോലെ ഒരു അസുഖങ്ങളും ഇല്ല എന്ന് നിങ്ങൾ അറിയുന്നതുമാവാം. ചിലപ്പോൾ ഇത് നിങ്ങൾക്കായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ അടുത്ത ആർക്കെങ്കിലും ആവാം. അതുപോലെ ഇതിൽ ചില ആൾക്കാർ വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്കൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ഥലം മാറിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് മാറുന്നതാവാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രൊട്ടക്ഷനോടുകൂടി
നിങ്ങൾക്ക് ഒരു വെളിച്ചം നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം എത്തിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു കാര്യം ഈ സമയം നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിക്കാനൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ അങ്ങനെയൊക്കെ ഈ സമയം നിങ്ങൾക്ക് കിട്ടാം. ശരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഈ സമയം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം ഉപയോഗം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആളുകളും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അത്തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ആ ഒരു കാര്യം അതിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ വന്നു ചേരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം ഒരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് തുടക്കം കുറിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയൊരു കാര്യം, അത് ചിലപ്പോൾ ഒരു ജോലിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം, ആ കാര്യത്തെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം നമുക്കുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിലില്ലാത്ത ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലില്ലാത്ത ആ ഒരു എനർജിയെയാണ് നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിരാശയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു ബ്ലോക്ക് ഉണ്ടാകാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അതായത് നമുക്ക് വീടുള്ളതിന്, നല്ലൊരു വണ്ടിയുള്ളതിന്, നല്ല വസ്ത്രത്തിന്, ആഹാരത്തിന്, ഇതൊന്നുമില്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനാൽ നമുക്ക് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്കുള്ള കാര്യത്തിൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ്. നിങ്ങളിൽ തന്നെയുള്ളൊരു ഹീലിംഗ് പ്രോപ്പർട്ടി നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഹീൽ ചെയ്യാം, യാത്രകൾ ചെയ്യുന്നതിലൂടെ ഹീൽ ചെയ്യാം. അപ്പോൾ പാസ്റ്റിലുള്ള ട്രോമകളെല്ലാം ഹീൽ ചെയ്യണമെന്നൊരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ വീണ്ടും വീണ്ടും ഇരുന്നിങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, അതാണ് ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. അവർ പാസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഒരുപാട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അത് ഹീൽ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരോട് തിരിച്ച് നിങ്ങൾക്ക് വളരെ വിശ്വസ്തയോടെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് വളരെ സിൻസിയറായിട്ടുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ. പിന്നെ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും ചാരിറ്റിയൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. അതായത് തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചില സഹായങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്.
അതായത് തിരിച്ചു കിട്ടുന്നതിനേക്കാളും അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തി നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണിത്. മുന്നിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നാലും നിങ്ങളത് മനസ്സിലാക്കി ഇവിടെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ സമയം നിങ്ങളിൽ നിന്ന് ഒരുപാട് സ്നേഹം മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു സമയം സ്നേഹമാണുള്ളത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം ഒരു ചീറ്റിംഗ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയാം ഇതിൽ. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും വരുമ്പോഴും നിങ്ങൾ ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴും ഒക്കെ ഒരു അസൂയ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു കുത്തുവാക്ക് കേൾക്കേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ചെറിയ പണി കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയം നിങ്ങൾ ആരുമായിട്ടും ആവശ്യമില്ലാത്ത ഒരു വാക്ക് തർക്കത്തിന് പോകാതിരിക്കുക. അവരെന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാനായിട്ട് കാത്തിരിക്കുന്നവരാകാം. അപ്പോൾ നിങ്ങൾ ഒന്ന് പരാജയപ്പെട്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ചിലർക്കിവിടെ അസൂയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയുള്ളതാവാം. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അസൂയ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. നമുക്കില്ലാത്തൊരു കാര്യം മറ്റുള്ളവർക്കുള്ളത് കാണുമ്പോൾ അതിൻ്റേതായൊരു ജലസി വന്നേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടിയത് ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇപ്പോൾ നമ്മൾ ആരെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. അപ്പോൾ ഒരു പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ പലതരത്തിലുള്ള സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളായിരിക്കാം. പല പരീക്ഷണങ്ങളും ഉണ്ടാവാം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് എന്തെന്നാൽ ഈ ഒരു കാര്യം എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നതാണ്. ആ ഒരു കടമ്പ കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ജീവൻ ഈ ഭൂമിയിൽ ഉത്ഭവിച്ച് അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ് വേൾഡ്. അപ്പോൾ നമ്മളുടെ ലൈഫിന് കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു സമാധാനത്തിലേക്ക് എത്തുന്ന, ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ സോൾ എന്ന് പറയുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് എത്തുന്ന ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സമാധാനമായിട്ട് ഈ സമയം ഇരിക്കാൻ പറ്റും. നിങ്ങൾ പലതരത്തിലുള്ള ഗൈഡൻസ് എടുക്കുകയും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പരിവർത്തനമുണ്ട്. പിന്നെ നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാഞ്ഞത് എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങൾക്ക് വരും. അതായത് എനിക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രയും എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ടാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്, അങ്ങനെയൊക്കെ നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക്
വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവം തരുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി. അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിലൊരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താത്തിരുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള കുറച്ച് അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം തീർച്ചയായിട്ടും ദൈവം തരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണിത്. നിങ്ങളെ ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം അവർ. പക്ഷെ അവരുടെ മുന്നിൽ നിങ്ങൾക്കൊരു റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു റിവാർഡ് കിട്ടുന്നു, നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് മത്സര പരീക്ഷകളിലൊക്കെ നിങ്ങൾ ജയിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു പ്രോജക്റ്റിന് ഒരു റിവാർഡായിരിക്കാം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്കൊരു വിജയമുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.